അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പ്രിയ റെജി ജോർജ് അവറുകളാണ്. ബീഹാറിൽ കുടുംബമായി പാർത്തുകൊണ്ട് കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവദാസൻ തന്റെ ജീവിതാനുഭവങ്ങൾ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥന സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പർ ഞങ്ങളെ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ റെജി ജോർജിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടുകൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതായിട്ട് ക്ഷണിച്ചുകൊള്ളും. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഇങ്ങനെ പാസ്റ്റർ ഡാനിയൽ ജോൺ സാറിനോടൊന്നിച്ച് ഇങ്ങനൊരു അവസരം ദൈവം തന്നതോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ചെയ്ത ഓരോ വിധങ്ങളെയും വഴികളെയും ദൈവം നടത്തിയ അത്ഭുത പ്രവൃത്തികളെല്ലാം പറയുവാൻ ഈ ആരോമ ടി വി ഒരു അവസരമായി ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ആരോമ ടി വി മുഖാന്തരം അനേകർക്ക് ആരും അറിയാതെ ആരും അറിയപ്പെടാതെ കിടന്ന അനേകരെ പുറത്തു കൊണ്ടുവരുവാൻ, അവരുടെ സാക്ഷ്യങ്ങളും അവരുടെ അനുഭവങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുവാൻ ഈ ആരോമ ടി വി ഇടയാക്കുന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പല വീഡിയോസൊക്കെ കാണുവാൻ ഇടയായി തീർന്നു. വളരെ അനുഗ്രഹപ്പെട്ട പലരുടെയും അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ദൈവം നടത്തിയ വിധങ്ങളും ദൈവം പരിപാലിച്ച, ദൈവം കൊടുത്ത അത്ഭുതങ്ങളെല്ലാം കേൾക്കുവാൻ ദൈവം ഇടയാക്കി തോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വരുന്ന ആളുകളിൽ വീണ്ടും ഈ ഒരു ടി വി ചാനൽ അനേകർക്ക് പ്രയോജനമായി തീരുവാൻ ഞങ്ങളുടെയും പ്രാർത്ഥനയുണ്ട്. ഇന്ന് ഈ സമയം നിങ്ങളുടെ ഒന്നിച്ചായിരിക്കാൻ ദൈവം ഇടയാക്കി തോർത്ത് ഒരിക്കൽ കൂടി സർവശക്തനായ ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഈ അവസരം ഒരുക്കി തന്ന പ്രിയ പാസ്റ്റർ ഡാനിയൽ ജോൺ സാറിനോടുള്ള നന്ദിയും വിശേഷ ആരോമ ടി വിയുടെ നന്ദിയും അറിയിക്കുന്നു. ഇത് വലിയൊരു അനുഗ്രഹമായി തീരട്ടെ, മറ്റുള്ളവർക്ക് പ്രയോജനമായി തീരട്ടെ. എന്നെ തന്നെ പരിചയപ്പെടുത്തി ദൈവം ചെയ്ത അത്ഭുതങ്ങളെയും ദൈവം ചെയ്ത പ്രവൃത്തികളെയും ഇത്രത്തോളം ദൈവം നടത്തിയ വിധങ്ങളെയൊക്കെ ഒന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് പാസ്റ്റർ റെജി ജോർജ് എന്നാണ്. എനിക്ക് ഒരു വൈഫുണ്ട്, 3 പെൺകുഞ്ഞുങ്ങളാണുള്ളത്. വൈഫിന്റെ പേര് സുമ റെജി എന്നാണ് വിളിക്കുന്നത്, സുജ എന്നാണ് വിളിക്കുന്നത്. മൂത്ത മോള് അൻസു റോസ് റെജി, അവള് ഈ വർഷം +2 പഠിച്ചുകൊണ്ടിരിക്കുന്നു, പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു. നേപ്പാളിലാണ് പഠിക്കുന്നത്. രണ്ടാമത്തെ മോള് അബിയ റോസ് റെജി, 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ബീഹാറിൽ തന്നെയാണ് പഠിക്കുന്നത്. മൂന്നാമത്തെ മോള് എറീന റോസ് റെജി, 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളുടെ പഠനത്തെയും അവർ ഭാവിയിൽ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. എനിക്ക് ഇപ്പോൾ മമ്മിയുണ്ട്. പപ്പ എൻ്റെ വിവാഹത്തിന്റെ ശേഷം 2ാമത്തെ ദിവസം പപ്പ നിത്യതയിൽ ചേർക്കപ്പെട്ടു. ഒരു സഹോദരിയും ഒരു സഹോദരനുമാണ് എനിക്കുള്ളത്. ഞാനാണ് ഞങ്ങളുടെ വീട്ടിലെ മൂത്ത ആള്. സഹോദരി കുടുംബമായി വടശ്ശേരിക്കരയില് IPCയിലെ ശുശ്രൂഷനായിട്ട് അവർ പ്രവർത്തിക്കുന്നു. അനിയനും കുടുംബമായി IPCയിൽ തന്നെ അവരും ശുശ്രൂഷയിലായിരിക്കുന്നു. അഞ്ചൽ സെൻട്രലില് ഐലർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ശുശ്രൂഷയിലായിരിക്കുന്നു. ഇതാണ് എൻ്റെ ചെറിയ ഒരു വിവരം. ഇപ്പോൾ ബീഹാറിലാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 18 വർഷത്തോളമായി ബീഹാറിൽ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ ചെറുപ്രായത്തെക്കുറിച്ച് ഒന്ന് പറയുകയാണെങ്കിൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ ഒരു കർത്താവിന്റെ വേല ചെയ്യുമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്തിരുന്നില്ല. കാരണം എൻ്റെ ജീവിത പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു പാസ്റ്റർ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. അതിന്റെ പല തിക്ത അനുഭവങ്ങളിൽ എനിക്ക് അറിയുവാൻ, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് കേൾക്കുവാനും പഠിക്കുവാനെല്ലാം മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു. കാരണം എൻ്റെ പിതാവ് ഒരു IPCയിലെ ഏകദേശം 25 വർഷത്തോളം കേരളത്തിന്റെ വടക്ക് നിന്ന് വയനാട് മുതൽ കൊല്ലം വരെയുള്ള സ്ഥലങ്ങളിൽ മാറി മാറി ശുശ്രൂഷയ്ക്ക് ആയിരുന്നു. ആ സമയങ്ങളെല്ലാം അനുഭവിച്ച വേദനകളൊക്കെ കണ്ടിട്ട്, പ്രയാസങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല ഈ കറുത്ത വേദപുസ്തകം എടുത്തുകൊണ്ട്
കർത്താവിന്റെ സാക്ഷിയായി നിൽക്കുമെന്ന്. എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്ന് പറയുന്നത് ജോലി ചെയ്തുകൊണ്ട് എങ്ങനെയെങ്കിലും ജീവിക്കണം. അതായിരുന്നു എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം. എന്നാൽ എൻ്റെ മാതാപിതാക്കൾ എന്നെ ചെറുപ്പത്തിലെ കർത്താവിന് വേണ്ടി ശ്രദ്ധിക്കാനിടയെ തീർന്നു. എന്നേക്കൊരു 40 വർഷം മുമ്പുള്ള കാര്യമാണ്. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ, അല്ലെങ്കിൽ ഒരു പാസ്റ്റർ കുടുംബത്തിൽ ഒരു പൈതൽ ജനിച്ചാൽ, മൂത്ത പൈതലിനെ സ്വയമായി അവര് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുന്ന ഒരു അനുഭവമുണ്ട്. അങ്ങനെ എന്നെയും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു, അവർ സമർപ്പിച്ചു. എന്നാൽ എൻ്റെ ആഗ്രഹം നേരെ തിരിച്ചായിരുന്നു. കാരണം ഞങ്ങള് പഠിച്ച സമയത്തൊക്കെ വളരെ കഷ്ടതകളും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച ഒരു മേഖലയായിരുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ ശരീരത്തുള്ള ഈ ആരോഗ്യം, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തുള്ള ബ്ലഡ് എന്ന് പറയുന്നത് ദൈവമക്കള് തന്ന ദശാംശവും സ്തോത്രകാഴ്ചയും സ്തോത്ര വഴിപാടും ഒക്കെയാണ്. ചെറുപ്പകാലങ്ങളിൽ പലപ്പോഴും ആഹാരത്തിനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയെ തീർന്നിട്ടുണ്ട്. എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കാനിടയെ തീർന്നത്. കാരണം എൻ്റെ പിതാവ് ശുശ്രൂഷയിലായിരുന്നത് ഒരു തമ്പുരാൻകൊല്ലി എന്ന് പറഞ്ഞ കോഴിക്കോട് ജില്ലയിലുള്ള ഒരു സ്ഥലത്താണ്. വലിയൊരു മലയുടെ മുകളിലാണ്. സ്കൂളിൽ പോകണമെങ്കിൽ 14 കിലോമീറ്റർ നടന്നിറങ്ങി വരണം. തിരിച്ചതുപോലെ 14 കിലോമീറ്റർ നടന്ന് കയറി ചെല്ലണം. നല്ല റോഡല്ല, മലയോര മേഖല ആയതുകൊണ്ട് വലിയ കല്ലുകളൊക്കെ ഉള്ള റോഡാണ്. വണ്ടികൾ അങ്ങനെ സൗകര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ആ ഒരു കാരണത്താൽ എൻ്റെ പിതാവ് എന്നെ പെരുമ്പാവൂരുള്ള KN ജോസ് മാസ്റ്ററെ ആ ഓർഫനേജിലാണ് അന്ന് എന്നെ ആക്കിയത്. എൻ്റെ ജനനം എന്ന് പറയുന്നത് 1981 നവംബർ മാസം 6-ാം തീയതിയാണ് ഞാൻ ജനിച്ചത്. 1985 എന്നെ ആ ഹോസ്റ്റലിൽ കൊണ്ടാക്കി. അങ്ങനെ ഏകദേശം 5 വർഷക്കാലം അവിടെ ഞാൻ പഠിച്ചു. അതിനുശേഷം 6-ാം ക്ലാസ് മുതൽ +2 വരെ ഞാൻ വീട്ടിൽ നിന്ന് പഠിച്ചു. അതിനുശേഷമാണ് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോകാനിടയായി തീർന്നത്. അങ്ങനെ എൻ്റെ പിതാവ്, നേരത്തെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ പിതാവ് പാസ്റ്റർ ആയിരുന്നു. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ, വിശേഷാൽ അതിനേക്കാൾ ഉപരി ഒരു പാസ്റ്റർ കുടുംബത്തിൽ ജനിച്ച് വളർന്നത് കൊണ്ട് പല ജീവിതത്തിൽ പല തിക്താനുഭവങ്ങളൊക്കെ അനുഭവിക്കാനിടയിൽ തീർന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും വളരെ നിന്ദകളും പ്രയാസങ്ങളൊക്കെ കേൾക്കാനിടയിൽ തീർന്നു. പലരും കളിയാക്കുന്ന ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ പിതാവ്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, എൻ്റെ പിതാവ് എന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. അതിന്റെ ഒരു അനുഭവമായിട്ട് തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണമായിട്ട് തന്നെ എനിക്ക് കർത്താവ് എന്നെ കണ്ടതുകൊണ്ടാണ് ഈ നിലയിൽ ഇതുവരെയും എത്തിച്ചേരുവാനിടയായി തീർന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഒട്ടും ആഗ്രഹമില്ലായിരുന്നു ഈ കർത്താവിന്റെ വേല ചെയ്യണമെന്നുള്ള കാര്യം. എന്നാൽ സാഹചര്യങ്ങളൊക്കെ ദൈവം അതിന് പ്രകാരം കൊണ്ടുവരാൻ തീർന്നു. വലിയൊരു വിശ്വാസത്തിൽ വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ക്രിസ്തീയ കുടുംബത്തിൽ തന്നെ ജനിച്ചാണ് വളർത്തപ്പെട്ടത്. അതുകൊണ്ട് വലിയൊരു രക്ഷിതാവിനെ അല്ലെങ്കിൽ യേശുവിനെ കണ്ടുമുട്ടിയ ഒരു വലിയൊരു അനുഭവമൊന്നും പറയാനില്ല. ജനിച്ചത് വളർന്നതെല്ലാം ഈ ക്രിസ്തീയ കുടുംബത്തിൽ തന്നെ ആയതുകൊണ്ട്. എന്നാൽ അങ്ങനെ നാളുകൾ മുമ്പോട്ട് പോയി. എൻ്റെ +2 പഠനത്തിന് ശേഷം ഞാനൊരു ജോലി ചെയ്യുവാൻ വേണ്ടി തൃശ്ശൂര് ഒരു സ്ഥലത്ത് പോകുവാനിടയായി തീർന്നു. ഞാൻ വീട്ടിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. പിതാവിന്റെ ആഗ്രഹം, മമ്മിയുടെ ആഗ്രഹം, പപ്പയുടെ ആഗ്രഹം മിനിസ്ട്രിക്ക് തന്നെ പോകണമെന്നായിരുന്നു. എന്നാൽ അവരോട് ഇതൊന്നും പറയാതെ ഞാൻ ഒരു ജോലിക്ക് വേണ്ടി തൃശ്ശൂര് പോകുവാനിടയായി തീർന്നു. ഒരു ABC എന്ന് പറഞ്ഞൊരു കമ്പനിയിലായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ വളരെ ഉപയോഗപ്രദമായ ഒരു ഉപകരണമാണ് തേങ്ങ ചിരണ്ടുന്ന ഒരു ഉപകരണം ഘടിപ്പിച്ച്. അത് ആ സമയത്താണ് 2000 കാലത്തിലാണ് സാധനം ആദ്യമായി തന്നെ പുറത്തു വരുന്നത്. അതിന്റെ ഒരു ബിസിനസ് ആയിരുന്നു. അങ്ങനെ ഞാനവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പ്രത്യേക ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്താണ് ഞാൻ ദൈവത്തെ ശരിക്കും അറിയുവാനും കാണുവാനും ഒക്കെ ഇടയായി തീർന്നത്. ഒരു ദിവസം എനിക്കുണ്ടായിരുന്ന സമ്പത്ത്, അല്ലെങ്കിൽ ഞാൻ സമ്പാദിച്ച ആ പൈസ മുഴുവൻ എൻ്റെ യാത്രയിൽ അത് മൊത്തം എനിക്ക് നഷ്ടപ്പെടുവാനിടയായി തീർന്നു, ഒറ്റ ദിവസം കൊണ്ട് തന്നെ. അതെന്നെ വളരെ പിടിച്ചു നിർത്തുവാനിടയായി തീർന്നു. ഞാൻ തിരിച്ച് കമ്പനിയിൽ വന്ന് എൻ്റെ റൂമിൽ വന്നിരുന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നോട് വളരെ ശക്തമായി, വ്യക്തമായി ആ സമയത്ത് ഇടപെടാൻ തീർന്നു. നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നത് കർത്താവിന്റെ വേലയ്ക്ക്, എൻ്റെ വേലയ്ക്ക് വേണ്ടിയാണ്. അവിടെ വെച്ച് ഞാൻ തീരുമാനമെടുത്തു, ഇനി ഞാൻ ജോലി ചെയ്യുന്നില്ല, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി
പുറപ്പെടും, പോകും എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ഭവനത്തിൽ വന്നു. അതിനുശേഷം ഞാൻ പാലക്കാടുള്ള CM ഷമുൽ പാസ്റ്റർ ബൈബിൾ സ്കൂളിൽ നോർത്ത് കേരള തിയോളജിക്കൽ കോളേജിൽ വന്ന +2 ശേഷം BTH അവിടുന്ന് ചെയ്യുവാൻ എന്നെ ദൈവം സഹായിച്ചു. അവിടുത്തെ 4 വർഷത്തെ കോഴ്സിന് ശേഷം വീണ്ടും പഠിക്കണം ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടാവുകയും വീണ്ടും ഞാൻ IPC കോട്ടയം തിയോളജിക്കൽ സെമിനാരിയിൽ, കോട്ടയത്തുണ്ടായിരുന്ന തിയോളജിക്കൽ സെമിനാരിൽ ആ സമയങ്ങളിലാണ് അത് തുടങ്ങിയത്. ആ കോളേജിൽ വന്ന്, സെമിനാരിൽ വന്ന് MDO പഠനവും ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഇതൊക്കെ വളരെ അനുഗ്രഹമായ നിലയിൽ ദൈവം നടത്തി. സാമ്പത്തികമായിട്ട് യാതൊരു ഒന്നുമില്ലായിരുന്ന സാഹചര്യങ്ങളാണ് ദൈവം ഓരോ വഴികളൊക്കെ തുറന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പിതാവ് കർത്താവിന്റെ വേലയിലായതുകൊണ്ട് എന്നോട് പറഞ്ഞു, എനിക്കൊന്നും തരുവാനില്ല, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ എനിക്ക് സാധിക്കത്തുള്ളൂ. എൻ്റെ പിതാവിൻ്റെയും എൻ്റെ മാതാവിൻ്റെയും സഹോദരങ്ങളൊക്കെ പ്രാർത്ഥനയാണ് ആ കോഴ്സ് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചത്. ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, സെമിനാരിയിലെ പഠന സമയത്ത് തന്നെ പലപ്പോഴും ദൈവത്തിന് സന്നിധിയിൽ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവ് എന്താണ് അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങുവാൻ തീരുമാനിച്ചു. സെമിനാരി പഠനമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി എങ്ങനെയാണ്, എങ്ങോട്ടാണ് പോകേണ്ടത്, അല്ലെങ്കിൽ ഏത് നിലയിലാണ് ഞാൻ കാല് വെക്കേണ്ടതെന്ന് എനിക്കൊന്നും അറിയത്തില്ല. അങ്ങനെ ഇരുന്ന് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരിക്കൽ എൻ്റെ മമ്മിയുടെ വീട്ടില് ചെന്ന് അപ്പച്ചൻ്റെ അടുത്തും അമ്മച്ചിയുടെ അടുത്തും ഞാൻ ചെന്ന സമയത്ത്, അവിടെ എടക്കരയിലാണ്, നിലമ്പൂർ എടക്കരയിൽ, അവിടെ ഒരു ചർച്ചില്, AG ചർച്ചിൽ ഞാൻ ആരാധനയ്ക്ക് പോയപ്പോൾ ഒരു വെള്ളിയാഴ്ച ദിവസത്തെ പ്രാർത്ഥനയ്ക്കാണ് അവിടെ ചെന്നത്. അവിടെ ചെന്ന സമയത്ത് തിരുവനന്തപുരത്ത് നിന്നുള്ള ദൈവദാസനാണ് അവിടെ ശുശ്രൂഷിക്കാൻ വേണ്ടി വന്നത്. ദൈവദാസൻ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ ശേഷം എന്നെ ഹോളിന് വെളിയിൽ മുറ്റത്ത് ഒരു മൂലയിൽ കൊണ്ടു നിർത്തി എന്നോട് ഇപ്രകാരം ഒരു കാര്യം പറഞ്ഞു, ഇനി പറയാൻ പോകുന്ന കാര്യം കേട്ടാൽ അത് വിഷമിക്കല്ലേ, പേടിക്കല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല, കുഴപ്പമില്ല, ധൈര്യമായിട്ട് പറഞ്ഞോ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇപ്രകാരം ബീഹാറിൽ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാകും. അന്നാണ് ശരിക്കും ഞാൻ ബീഹാർ എന്നുള്ള ഒരു വാക്ക് കേൾക്കുന്നത്. അതുവരെ എനിക്ക് ബീഹാർ ഉണ്ടെന്നോ ഇന്ത്യക്ക്, കേരളത്തിന് വെളിയിലുള്ള സ്ഥലങ്ങളെ കുറിച്ചൊന്നും യാതൊരു അറിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ആ ദൈവദാസന്റെ വായിൽ നിന്നാണ് ബീഹാർ എന്നുള്ളൊരു ശബ്ദം കേട്ടത്. ഞാൻ കണ്ണുമടച്ചത് വിശ്വസിച്ചു, ദൈവത്തിൽ പ്രാർത്ഥിച്ചു. തിരിച്ച് വീട്ടിൽ വന്ന സമയത്ത് അപ്പച്ചനോട് ചോദിച്ചു, മോനെ എന്തുവാ ആ ദൈവദാസൻ എന്തോ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, അപ്പച്ച ഇങ്ങനെയാ പറഞ്ഞത്, ബീഹാറിൽ കർത്താവിനൊരു രക്തസാക്ഷിയാകുമെന്നാണ് പറഞ്ഞത്. അന്നേരം അപ്പച്ചൻ എന്നോട് പറഞ്ഞു, മോനെ നീ പോകരുത്. അപ്പച്ചൻ എന്നോട് വലിയൊരു സ്നേഹം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്, മറ്റു കാരണത്താലൊന്നും അല്ല, എന്നോട് വലിയ സ്നേഹമുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ ആ ദർശനം അല്ലെങ്കിൽ ആ ഒരു ആലോചന കേട്ട് വീണ്ടും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പല ദേവദാസന്മാരും പല മീറ്റിങ്ങുകളിലൊക്കെ കാണുമ്പോഴും പ്രാർത്ഥിച്ചിട്ട് എന്നോട് പല ദൂതുകളെല്ലാം പറഞ്ഞു. അതെല്ലാം ഈ ബീഹാറിനെ കുറിച്ചാണ് പറയുന്നത്. ബീഹാറിലാണ് ദൈവം അയക്കാൻ പോകുന്നത്, ബീഹാറിൽ പോകണം. എന്നാൽ വ്യക്തമായ ഒരു ഏത് സ്ഥലത്ത് ചെല്ലണം, ബീഹാർ ഏത് സ്ഥലത്ത് ചെല്ലണം എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ വീണ്ടും ഞാൻ എൻ്റെ പഠന കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. ഗ്രാജുവേഷൻ 6 മാസം മുമ്പ് അതിനുള്ള വഴിയും ദൈവം എനിക്ക് തുറന്നു. മറ്റെല്ലാവരും 6 മാസത്തിന് മുമ്പേ എല്ലാവരും എന്നോട് ഒന്നിച്ച് പഠിച്ച എല്ലാവരും ഓരോ നിലയിൽ എത്തിച്ചേരുവാൻ അവര് കാര്യങ്ങളൊക്കെ ചെയ്തു, പോകേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. എന്നാൽ എനിക്ക് യാതൊരു അറിവുമില്ലായിരുന്നു. ഗ്രാജുവേഷൻ 6 മാസം മുമ്പ് ദൈവം അതിനുവേണ്ടി എനിക്ക് വഴി തുറന്നു. കോട്ടയത്തുള്ള ഒരു സംഘടന, ഗ്രേറ്റ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഘടന, അവരുമായിട്ട് എനിക്ക് പരിചയപ്പെടുവാൻ ദൈവം സഹായിച്ചു. കാരണം എൻ്റെ കൂടെ പഠിച്ച ഒരു അച്ചായൻ ആ ചർച്ചിലാണ് മെമ്പർ ആയിട്ടിരിക്കുന്നത്, കോട്ടയത്തെ ചർച്ചിൽ. അങ്ങനെ ആ അച്ചാൻ മുഖാന്തരം ആ പ്രിയ മിഷനുമായിട്ട് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുവാനും അവരെന്നെ ബീഹാറിലോട്ട് അയക്കുവാനും ഇടയായി തീർന്നു. അങ്ങനെയാണ് 2007 ഓഗസ്റ്റ് മാസം 28-ാം തീയതി ഞാൻ ബീഹാറിൽ വരുന്നത്. ആ യാത്രയാണ് കേരളം വിട്ടുള്ള ആദ്യത്തെ എൻ്റെ യാത്ര. വളരെ അനുഗ്രഹമായ ഒരു യാത്ര. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്തും പല ചിന്തകളും പല ചോദ്യങ്ങളെല്ലാം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നൊരു ചെറുപ്പക്കാരനാണ്, ഏകദേശം 25-26 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. പല ചിന്തകളുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ്, MDന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് മിനിസ്ട്രിക്ക് പോകുന്നതിന് മുമ്പായി തന്നെ
പിതാവിന്റെ ഒരു ആഗ്രഹമായിരുന്നു വിവാഹം കഴിഞ്ഞ ശേഷമേ വെളിയിലോട്ട് പോകാവുള്ളൂ, കാരണം മറ്റൊരു സ്ഥലത്താണ് മിനിസ്ട്രിക്ക് പോകുന്നത്. അങ്ങനെ എന്റെ പിതാവും മാതാവും എനിക്ക് വേണ്ടി വിവാഹ ആലോചനകളൊക്കെ ചെയ്തു. കൊട്ടാരക്കര കൊട്ടാരക്കര സ്ഥലത്തുനിന്ന്, കോട്ടവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു പെൺകുട്ടിയെ എനിക്ക് വേണ്ടി എന്റെ പിതാവും മാതാവും എനിക്ക് വേണ്ടി ഒരുക്കി. അവർ പോയി കണ്ടു, ഞാനും പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളുടെ വിവാഹം 2007 മാർച്ചില് വിവാഹം നടക്കുവാൻ ദൈവം സഹായിച്ചു. വിവാഹം കഴിഞ്ഞ് എന്റെ വിവാഹത്തിന് ശേഷം 2ാമത്തെ ദിവസം എന്റെ പിതാവ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാൻ ഇടയായി തീർന്നു. അതെന്റെ ജീവിതത്തിൽ വളരെ ദുഃഖം തരുന്നൊരു കാര്യമായിരുന്നു. കാരണം എന്റെ പിതാവിന്റെ ആഗ്രഹമായിരുന്നു കർത്താവിന്റെ വേല ചെയ്യണം, നോർത്ത് ഇന്ത്യയിൽ പോകണം എന്നൊക്കെ ഉള്ളത്. എന്നാൽ എന്റെ പിതാവിന് അത് കാണുവാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളതും ആ പിതാവിന്റെ മരണത്തോടു കൂടി എനിക്ക് എന്റെ മനസ്സിനെ വല്ലാതെ അലട്ടുവാൻ ഇടയായി തീർന്നു. വീണ്ടും ഞാൻ ചിന്തിച്ചു, പോകണമോ, ബിഹാറിൽ പോകണമോ? ഞാനിരുന്ന് പ്രാർത്ഥിച്ച സമയത്ത് ദൈവം എന്നോട് അരുളി ചെയ്തൊരു വാക്യമുണ്ട്, ഒരു വാചകമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായം 21-ാമത്തെ വാക്യമാണ് എന്നോട് ദൈവാത്മാവിനോട് സംസാരിച്ചത്. ഞാൻ നിന്നെ ദൂരദേശത്ത് ജാതികളുടെ മധ്യേ അയക്കും. ആ ഒരു വാക്യം അല്ലെങ്കിൽ ആ ഒരു ആലോചന ദൈവത്തിൽ നിന്ന് കേട്ടപ്പോൾ എനിക്ക് പിന്നെ പോകുവാനിരിക്കാൻ സാധിച്ചില്ല. ഏകദേശം ഒരു 6 മാസത്തോളം വീണ്ടും ഞാൻ എൻ്റെ പിതാവ് ശുശ്രൂഷിച്ച സഭയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ദൈവം സഹായിച്ചു. കാരണം സ്ഥലമാറ്റത്തിന്റെ കാര്യങ്ങളൊന്നും ആ സമയത്തല്ലായിരുന്നു. ഒരു ഇടയ്ക്കുള്ളൊരു സമയമായതുകൊണ്ട് സഭയിലുള്ളവർ എന്നോട് പറഞ്ഞു, ദേവാസിനോട് നിൽക്കണം. അങ്ങനെ ഞാൻ ഒരു 6 മാസം കൂടി അവിടെ നിൽക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. എൻ്റെ പിതാവിനെ കുറിച്ചൊരു കാര്യം പറയാൻ ഞാൻ ഈ സമയം ഓർക്കുകയാണ്. എല്ലാവരും സ്ഥലമാറ്റ സമയത്ത് ഇപ്പോൾ ആയിരിക്കുന്ന സഭയെക്കാളും വലിയൊരു ഹോളും വലിയ ചർച്ചും മെമ്പേഴ്സ് കൂടുതലുള്ള സഭകളൊക്കെ സെലക്ട് ചെയ്യുവാൻ ആൾക്കാരെ നോക്കുമ്പോൾ എൻ്റെ പിതാവിൻ്റെ ഒരു കാര്യമായിരുന്നു, എല്ലാവരും തെരഞ്ഞെടുത്തതിന് ശേഷം ആരും പോകാതെയും ആർക്കും വേണ്ടാതെയും കിടക്കുന്ന ഒരു ഫാമിലിയോ 2 ഫാമിലിയോ അല്ലെങ്കിൽ വാടക കെട്ടിടത്തിൽ ആരാധന നടക്കുന്ന സാഹചര്യമുള്ള അല്ലെങ്കിൽ വാഹന സൗകര്യങ്ങളില്ലാത്ത കാൽനടയായി കൂടുതൽ ദൂരം യാത്ര ചെയ്യേണ്ട സ്ഥലങ്ങളായിരുന്നു എൻ്റെ പിതാവ് സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതെല്ലാം എൻ്റെ ജീവിതത്തില് പിന്നത്തേത് എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് തീർന്നു. എൻ്റെ പിതാവ് ദൈവത്തിന് വേണ്ടി കഷ്ടം സഹിച്ചത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു പാഠമായി തീരുവാനും അല്ലെങ്കിൽ എനിക്ക് പല കാര്യങ്ങൾ പഠിക്കുവാനും എൻ്റെ പിതാവിൽ നിന്ന് എനിക്ക് ഇടയായി തീർന്നു. അത് ഈ സമയം ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. അങ്ങനെ പിതാവിന്റെ മരണശേഷം കുറച്ച് ദിവസം കൂടി ഞാനവിടെ നിന്ന് വീണ്ടും കർത്താവിന്റെ സമയമായപ്പോൾ എന്നെ ബീഹാറിലോട്ട് ദൈവം എന്നെ കൊണ്ടുവന്നു. അങ്ങനെ ഓഗസ്റ്റ് മാസം 28-ാം തീയതി ബീഹാറിൽ കിഷൻഗഞ്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുവാൻ ദൈവം എന്നെ സഹായിച്ചു. എനിക്ക് ആ സ്ഥലത്തെക്കുറിച്ചോ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും അറിയത്തില്ല. അങ്ങനെ ഇവിടെ വന്നു, നോർത്ത് ഇന്ത്യയിൽ വന്നു, കർത്താവിന്റെ വേല ചെയ്യാൻ തുടങ്ങി. എനിക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു മലയാളി പാസ്റ്റർ ഉണ്ട്, ടി യു ജോസ് എന്നാണ് സാറിന്റെ പേര്. അദ്ദേഹം എനിക്ക് വേണ്ടി ഒരു വീടൊക്കെ എടുത്തു. ചില ദിവസങ്ങൾ അദ്ദേഹത്തിന്റെ ഭവനത്തിലാണ് ഞാൻ താമസിച്ചത് നേപ്പാളില്. അങ്ങനെ താമസിച്ചതിന് ശേഷം അദ്ദേഹം എനിക്കൊരു വീടും കാര്യങ്ങളൊക്കെ എടുത്തു തന്നു. അങ്ങനെ ഞാൻ വീണ്ടും ഒരു 2 ആഴ്ചക്ക് ശേഷം എനിക്ക് എടുത്തു തന്ന ആ ഭവനത്തോട് ഞാൻ മാറി. മിഷന്റെ കെയർ ഓഫിൽ വന്നതുകൊണ്ട് അവരെനിക്ക് ആദ്യ സമയങ്ങളിൽ പല കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തന്നു. അങ്ങനെ ഞാൻ വളരെ ശക്തമായി കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരുന്നു. ആദ്യ സമയത്തൊക്കെ ചെയ്തത് പ്രെയർ വാക്കിംഗ് ആണ്. കാരണം എനിക്ക് ഹിന്ദി അറിയത്തില്ല. ഹിന്ദിയുടെ 1-2 വാക്കുകൾ മാത്രമേ അറിയത്തുള്ളൂ. എങ്ങനെ മറ്റുള്ളവർ സംസാരിക്കണം, എങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ചെയ്ത ഒരു കാര്യം ഇതാണ്. ഹിന്ദി ന്യൂസ് പേപ്പർ എനിക്ക് കിട്ടി. ഞാൻ ആ ന്യൂസ് പേപ്പർ തറയിലിട്ട് ആ ഹിന്ദി ന്യൂസ് പേപ്പറിന്റെ മുകളിൽ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാണ് ഹിന്ദി പറയുവാൻ പഠിച്ചത്. അല്ലാതെ എന്നെ ആരും ഹിന്ദി പഠിപ്പിച്ചില്ല. കാരണം ഞാൻ ആയിരിക്കുന്ന സാഹചര്യവും അവിടെ അടുത്തെങ്ങും മലയാളികളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു. അതോടൊപ്പം തന്നെ നേപ്പാളിലുള്ള ഈ സാറാണ് ആഴ്ചയിൽ വല്ലപ്പോഴൊക്കെ ഞങ്ങളുടെ അടുത്ത് വരികയും കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ കർത്താവിന്റെ വേല വളരെ ശക്തമായിട്ട് ചെയ്യുവാൻ തീരുമാനിക്കുകയും പുറപ്പെടുകയും പ്രെയർ വാക്കിംഗ് ഒക്കെ ചെയ്തു. ചില ആഴ്ചകൾക്ക് ശേഷം ആ സ്ഥലത്തെക്കുറിച്ചോ അവിടെയുള്ള ആളുകളെ കുറിച്ചോ ഒന്നും എനിക്കറിയത്തില്ല. മറ്റു മലയാളികളൊന്നും അവിടെ ഇല്ല.
മറ്റു യാതൊരു പ്രവർത്തനങ്ങളോ ഒന്നും അവിടെ ഇല്ല. ഈ സാക്ഷ്യം പറയുന്ന സമയത്ത് തന്നെ ആ കാര്യങ്ങൾ എന്റെ മനസ്സിൽ വളരെ സന്തോഷം എനിക്കുണ്ട്. കാരണം ദൈവം നടത്തുന്ന ഓരോ വഴികള്, ദൈവം അയക്കുന്ന ഓരോ സാഹചര്യങ്ങള്, ഇതെല്ലാം കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചു ദൈവം എന്നെ ബീഹാറിലോട്ട് തന്നെ അയച്ചത്. കാരണം ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഞാൻ ബീഹാറിൽ വന്നതെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാക്കി തരികയാണ്. അങ്ങനെ ഞാൻ ഈ പ്രെയർ വർക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ചിന്ത വരികയും, ഞാൻ പോകുന്ന ഈ വഴിയിൽ തന്നെ ഒരു അമ്പലമുണ്ട്. അവരുടെ വീടോട് ചേർന്ന് തന്നെ ചെറിയൊരു അമ്പലം പണിതിരിക്കുകയാണ്. എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന്. ഞാൻ ആ അമ്പലത്തിന്റെ വാതിക്കൽ നിന്നുകൊണ്ട് മനസ്സിലാണ് നോർമൽ രീതിയിൽ കൈയൊക്കെ പൊക്കി, ആർക്കും അറിയാൻ പറ്റാത്ത രീതിയിൽ തന്നെ, ആകാത്ത രീതിയിൽ തന്നെ കൈ പൊക്കി ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് ഇവിടുന്ന് ഒരു ഫാമിലിയെ ദൈവം വിശ്വാസത്തിൽ കൊണ്ടുവരണം. ആദ്യമായിട്ടാണ് സ്ഥലത്ത് ചെല്ലുന്നത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, തിരിച്ചുപോയി, പ്രയർ വർക്ക് കഴിഞ്ഞ് തിരിച്ചു വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. പ്രയർ വർക്ക് കഴിഞ്ഞ് തിരിച്ചു വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ അമ്പലത്തിനോട് ചേർന്നുള്ള വീടിനടുത്തൊരു മുസ്ലിം ഫാമിലി ഉണ്ട്. ആ മുസ്ലിം ഫാമിലി അവര് അന്നത്തെ കാലത്ത് STD ബൂത്ത് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സൗകര്യമൊന്നും അത്ര കാര്യമായിട്ടില്ല. STD ബൂത്ത് ആണുള്ളത്. അപ്പോൾ ഞാൻ നാട്ടിലോട്ടും മമ്മിയെയും സഹോദരങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ STD ബൂത്തിൽ വന്നിരുന്ന് വിളിച്ചപ്പോൾ ആ പുള്ളി എന്നോട് പല കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ആ പുള്ളിക്കും കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാം, എനിക്കും കുറച്ച് ഇംഗ്ലീഷ് അറിയാം, സെമിനാരിൽ പഠിച്ചതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിച്ചു. അപ്പൊ എന്നോട് ചോദിച്ചു എന്തുവാ, ഞാൻ ചോദിച്ചു ഇങ്ങനെ മിനിസ്ട്രിക്ക് വന്നതാണ്, യേശുവിനെ കുറിച്ച് പറയാൻ വന്നതാണെന്നുള്ള ഇംഗ്ലീഷ് ഞങ്ങൾ സംസാരിച്ചു. അന്നേരം ആ വ്യക്തി എന്നോട് പറഞ്ഞു, ഇപ്പൊ ഇരിക്കും, ഞാൻ ഒരാളെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് പുള്ളിയുടെ ആ STD ബൂത്തിന് തൊട്ട് പുറകിലാണ് ഈ അമ്പലം ഉണ്ടായിരുന്നത്. ഞാൻ നേരത്തെ പ്രാർത്ഥിച്ചിട്ട് പോയ ആ അമ്പലത്തിന്റെ അവിടുന്ന് ഘൻശ്യാം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വിളിച്ചുകൊണ്ട് വന്നു. പൊക്കം കുറവാണ്, നല്ല സൈസ് ഉള്ള ആള്. എന്റെ അകത്തൊരു ചെറിയൊരു ഭയമൊക്കെ ഉണ്ടായി. ഞാൻ ക്രിസ്ത്യാനിയാണ്, STD ബൂത്ത് നടന്ന ആള് മുസ്ലിമാണ്, ഈ വന്ന ആള് ഹിന്ദുവാണ്. അപ്പോൾ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എനിക്ക് ഒരു ഐഡിയയും കിട്ടിയില്ല. പുള്ളി വന്നു, ഈ ഘൻശ്യാം എന്ന് പറഞ്ഞ ആള് വന്നു, എന്നോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ ക്രിസ്ത്യാനിയാന്ന് അറിഞ്ഞുകൊണ്ട് പുള്ളി ആദ്യം തന്നെ എന്നോട് ജെയ്മസി എന്ന് പറഞ്ഞു, പ്രൈസ് ലോർഡ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും അങ്ങ് അതിശയമായി പോയി. അപ്പോൾ കാര്യങ്ങളൊക്കെ സംസാരിച്ച് എന്നോട് ഞാൻ എവിടെ വീടെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു തൊട്ട് അപ്പുറത്തുള്ള ആളാണ്. ഞാൻ അന്നേരമാണ് എനിക്ക് മനസ്സിലായി ഞാൻ നേരത്തെ പ്രാർത്ഥിച്ചിട്ട് പോയ, കൈ ഉയർത്തി പ്രാർത്ഥിച്ച ആ അമ്പലമുള്ള സ്ഥലമാണ്, അതാണ് അദ്ദേഹത്തിന്റെ വീട്. അപ്പോൾ കാര്യങ്ങൾ സംസാരിച്ച് എന്നോട് പറഞ്ഞു, നല്ല താങ്കൾ എന്റെ വീട്ടിലോട്ട് വരാൻ പറഞ്ഞു. എനിക്കൊരു പേടി. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നത്, അങ്ങോട്ട് വരാൻ പറഞ്ഞു. പിറ്റേ ദിവസം ഈ സഹോദരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങള് അവനും ഹിന്ദി അറിയത്തില്ല, കുറച്ചൊക്കെ അറിയാം ഇംഗ്ലീഷ്. ഞങ്ങള് പല കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഏകദേശമൊക്കെ ഞാൻ ഹിന്ദി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയാനൊക്കെ പഠിച്ചു. അന്നേരം ഏകദേശം ഒരു 6-7 മാസം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു. അങ്ങനെ ആ വ്യക്തി മുഖാന്തരം പിന്നെ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു താന് ശരിയായ രീതിയിൽ വിശ്വാസത്തിൽ വന്ന ആളാണ്. ഞാൻ ചോദിച്ചു എങ്ങനെ വിശ്വാസം വന്നതൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ സൈക്കിൾ റിക്ഷയില് യാത്ര ചെയ്യുന്ന സമയത്ത് ആരോ സൈക്കിൾ റിക്ഷക്കാരൻ ഒരു ട്രാക്ട് കൊടുത്തു, അത് ആ സൈക്കിൾ റിക്ഷക്കാരൻ ഈ സഹോദരന് കൊടുത്തു, അത് വായിച്ച് താൻ വിശ്വാസത്തിൽ വന്നു. വലിയൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വിശ്വാസത്തിൽ വന്നത്. അവിടെ ചെല്ലുന്ന സമയത്ത്, ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് തന്റെ ഭാര്യ വിശ്വാസത്തിലല്ല, അവർക്ക് കുഞ്ഞുങ്ങളില്ല, കല്യാണം കഴിഞ്ഞിട്ട് 3-4 വർഷം കഴിഞ്ഞ കുഞ്ഞുങ്ങളില്ല. ഞങ്ങളവിടെ ആരാധന തുടങ്ങി. ഈ സഹോദരനെ വെച്ചുകൊണ്ട് ഞങ്ങളവിടെ ജോഗ്ബനി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആരാധന തുടങ്ങി. ഈ സഹോദരനും സഹോദരിയും പ്രാർത്ഥനയ്ക്ക് വന്നു. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അടുത്ത 1 വർഷത്തിനുള്ളിൽ അവർക്കൊരു ആൺ തലമുറയെ ദൈവം കൊടുക്കുവാനിടയായി തീർന്നു. അത് അവരുടെ ജീവിതത്തില് വലിയ അത്ഭുതത്തിനും വിശ്വാസത്തിനും കാരണമായി തീർന്നു. ഇന്നും ആ ഭവനം വിശ്വാസത്തിൽ അവിടെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ അവിടുത്തെ പ്രവർത്തന മഹാദൻ അനേകര് ദൈവത്തെ അറിയുവാനും ദൈവത്തെ മനസ്സിലാക്കുവാനും കടന്നു വരേണ്ടേക്ക് ഇടയായി തീർന്നു. വളരെ ശക്തമായിട്ട് അവിടുത്തെ പ്രവർത്തനങ്ങളും നന്നായിട്ട് മുമ്പോട്ട് പോകുന്നു. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം കിഷൻഗഞ്ച് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെയും കർത്താവിന്റെ വേല വളരെ ശക്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ അനുഭവങ്ങളും ഇന്നെന്ന പോലെ ഓർക്കുകയാണ് കർത്താവ് ചെയ്ത പ്രവൃത്തികള്.
ഇതെല്ലാം കാണുമ്പോഴും കേൾക്കുമ്പോഴും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, കർത്താവ് എന്നെ അയച്ചു എന്നുള്ളൊരു ഉത്തമമായ ബോധ്യം എൻ്റെ അകത്ത് ശക്തമായിട്ട് വളർന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ കർത്താവിന്റെ വേല വളരെ അനുഗ്രഹമായിട്ടും ശക്തമായിട്ടും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. പലതരത്തിലുള്ള പ്രയാസങ്ങളും ജീവിതത്തിൽ പലതരത്തിലുള്ള ദുഃഖങ്ങളൊക്കെ ഉണ്ടായി. കോവിഡിന്റെ സമയത്തും അതിനു മുമ്പും പലതരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ കൊണ്ട് ശാരീരികമായൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള അനുഭവിച്ചു. വളരെ ദൂരം യാത്ര ചെയ്യുകയും സൈക്കിൾ യാത്ര ചെയ്യുകയും നല്ല റോഡും കാര്യങ്ങളൊന്നുമല്ല. ഇപ്പോഴാണ് ഏകദേശമൊക്കെ നല്ല റോഡൊക്കെ ആയത്. അന്നത്തെ കാലത്ത് നല്ല റോഡോ കാര്യങ്ങളൊന്നുമല്ല. ആ ഒരു സാഹചര്യത്തിൽ യാത്ര ചെയ്തുകൊണ്ട് ശാരീരികമായി വളരെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായി തീർന്നു. അങ്ങനെ പല രീതിയിൽ കർത്താവ് ശക്തമായിട്ടും നല്ല രീതിയിലും കർത്താവ് ഞങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടയ്ക്ക് ചില ഓർഫനേജുകളും കാര്യങ്ങളൊക്കെ തുടങ്ങുവാൻ ദൈവം ഒരു അവസരം ഒരുക്കി തന്നു. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ ദൈവം ചെയ്തു. അങ്ങനെ ഓർഫനേജ് നടത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ചില വർഷങ്ങൾക്ക് ശേഷം, ഒരു ഏകദേശം 5 വർഷത്തിന് ശേഷം അതും റൺ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം അതും സ്റ്റോപ്പ് ചെയ്യാനിടയായി തീർന്നു. ഇപ്പോൾ വില്ലേജില് കർത്താവിന്റെ വേലയുടെ അനുസരിച്ചായിരിക്കുന്നു. ചില സന്താളി ഗ്രൂപ്പുകളുടെ ഇടയ്ക്ക് കർത്താവിന്റെ വേല ചെയ്യുന്നു. ഛത്രകാശ് എന്ന് പറഞ്ഞ ഒരു വില്ലേജ്. അവിടെ ഏകദേശം ഇപ്പോൾ 16ഓളം വിശ്വാസി കുടുംബങ്ങളുണ്ട്. വിശ്വാസത്തിൽ വന്നവരാണ്. അവരും വളരെ ശക്തമായിട്ട് പ്രവർത്തനത്തിന് മുഖാന്തരം അവർ ശക്തമായിട്ട് കർത്താവിൽ വിശ്വസിക്കുകയും കർത്താവില് അവരായിരിക്കുന്നു. അവരെ ഓർത്ത് ഈ സമയം നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ശാരീരികമായും മാനസികമായിട്ടും വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചു. പലപ്പോഴും ചിന്തിച്ചു തിരിച്ച് നാട്ടിലോട്ട് പോയേക്കാം എന്നുള്ള ചിന്തകൾ വരെ മനസ്സിൽ വന്നു. എന്നാലും ദൈവം നാട്ടിൽ കൊണ്ടുപോകാതെ തിരിച്ചു വിടാതെ ഇവിടെ തന്നെ ദൈവം എന്നെ നിർത്തുവാനായി തീർന്നു. ഒരു ദിവസം ഞാൻ ഞങ്ങൾ വെള്ളിയാഴ്ച വില്ലേജിൽ മിനിസ്ട്രിക്ക് പോയിട്ട് തിരിച്ചു വരികയാണ്. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്, വൈഫ് വീട്ടിലായിരുന്നു. തിരിച്ചു വന്ന സമയത്ത് കുഞ്ഞ് സോഫയിൽ കിടക്കുകയാണ്. ഞാൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അന്ന് കുഞ്ഞിന് 5 വയസ്സേ ഉള്ളൂ ഏകദേശം. ആ സമയത്താണ് ഞാൻ വില്ലേജിൽ നിന്ന് തിരിച്ചു വന്ന സമയത്ത് കുഞ്ഞ് സോഫയിൽ കിടക്കുക, കാലനക്കാൻ മേല, നടക്കാൻ മേലാത്ത രീതിയിൽ. പിറ്റേ ദിവസം ശനിയാഴ്ചയാണ്, ഞാൻ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, അൾട്രാസൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് എക്സ്റേയും കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ഡോക്ടർ പറഞ്ഞു, ഹിപ്പ് ജോയിന്റ് അകത്ത് റൈറ്റ് സൈഡിലെ കുഞ്ഞിന്റെ ഹിപ്പ് ജോയിന്റ് അകത്ത് ഇൻഫെക്ഷൻ ആയി. ഞങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. പെട്ടെന്ന് തന്നെ ഒരു സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് വെള്ളിയാഴ്ചയാണ് സംഭവം നടക്കുന്നത്. ശനിയാഴ്ച ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഞായറാഴ്ച അവധിയായിട്ട് പോയില്ല. തിങ്കളാഴ്ച രാവിലെ കുഞ്ഞുമായിട്ട് ഓപ്പറേഷന് വേണ്ടി ഹോസ്പിറ്റലിൽ പോയി. ഞാൻ പറയുകയാണ്, വളരെ അത്ഭുതകരമായിട്ട് ദൈവം ആ കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നു. സാമ്പത്തികമായിട്ട് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ അതിനുവേണ്ടി ദൈവം അവിടെ ക്രമീകരണങ്ങൾ ദൈവം ഒരുക്കാനിടയായി തീർന്നു. ആ കുഞ്ഞിന്റെ ഓപ്പറേഷന് ശേഷം ആ സമയത്ത് ഏകദേശം കോവിഡിന്റെ സമയമായിരുന്നു. ആ സമയത്ത് തന്നെയാണ് എൻ്റെ മൂത്ത മോൾക്കും പെട്ടെന്നൊരു പനി വരികയായി തീർന്നു. പെട്ടെന്ന് ആ പനി വന്നു. ഏകദേശം 108 ഡിഗ്രി ടെമ്പറേച്ചർ നിൽക്കുകയാണ്. കോവിഡ് തുടങ്ങിയ സമയമാണ്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. ഡോക്ടർ പെട്ടെന്ന് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ പനി കുറയുന്നില്ല. കാരണം നോക്കിയപ്പോഴാണ് മനസ്സിലായത്, കുഞ്ഞിന്റെ ബ്രെയിനിന്റെ അകത്ത് നമ്മുടെ വയറ്റിലുള്ള വിര അത് തലച്ചോറിന്റെ അകത്ത് കയറി മുട്ടയിട്ടിരിക്കുക. അത് ഇൻഫെക്ഷൻ ആയതുകൊണ്ടാണ് കുഞ്ഞ് ഈ പനി കുറയാതെ 108 ഡിഗ്രിയിൽ നിൽക്കുന്നത്. കോവിഡിന്റെ സമയമാണ്. അപ്പോൾ ഈ പനി കുറയാത്തത് കൊണ്ട് ഞാനാണ് കുഞ്ഞിന്റെ കൂടെ നിന്നത്, ഞാനും വൈഫും. ഞങ്ങളെ ടെസ്റ്റ് ചെയ്തു. എനിക്ക് പോസിറ്റീവായി, എൻ്റെ വൈഫിനും കുഞ്ഞിനും നെഗറ്റീവായി. ക്വാറന്റൈനിൽ പോയി. കുഞ്ഞും വൈഫും വീട്ടിലോട്ട്. ഡോക്ടർ പിന്നെ അവിടെ നിർത്തിയില്ല, കോവിഡ് ആണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിലോട്ട് വിട്ടു. ഞങ്ങൾ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു. ഒരാഴ്ചത്തിനുള്ള മരുന്ന് മാത്രം ഡോക്ടർ തന്നു. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വളരെ ദുഃഖത്തോടും പ്രയാസവുമായിരുന്നു. ഞാൻ ക്വാറന്റൈനിൽ പോയി. ഭവനത്തിൽ വൈഫ് മാത്രമേ ഉള്ളൂ. വൈഫിനും അറിയത്തില്ല എന്ത് ചെയ്യണം. കോവിഡിന്റെ സമയമാണ്. ആരും സഹായത്തിനൊന്നും വരാൻ സാധിക്കാത്തൊരു സാഹചര്യമായിരുന്നു. ഞങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. 2-3 ദിവസത്തിനുള്ളിൽ തന്നെ
കുഞ്ഞിന്റെ ആ ടെമ്പറേച്ചർ മാറി കുറഞ്ഞു, നോർമൽ രീതിയിലോട്ട് വരുവാനിടയായി തീർന്നു. അങ്ങനെ വളരെ അത്ഭുതകരമായിട്ട് ദൈവം ഓരോ സമയത്തും ഓരോ സാഹചര്യങ്ങളും ഞങ്ങളെ നടത്തിയ വിധങ്ങളെല്ലാം ഞങ്ങൾ ഓർക്കുകയാണ്. വിശേഷാൽ ഞങ്ങള് പല സ്ഥലങ്ങളിൽ താമസിച്ചു, കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഞങ്ങള് ഒരു ഫിലിം ഷോയുടെ പ്രോഗ്രാം ഞാൻ ചെയ്യുവാൻ തുടങ്ങി. ഏകദേശം ഒരു നല്ല രീതിയിൽ ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ കോവിഡിന്റെ സമയം ആയതുകൊണ്ടാണ്, അതോടൊപ്പം തന്നെ ഈ ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അതൊക്കെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. വീണ്ടും തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഫിലിം ഷോയുടെ മുഖാന്തരം, ഫിലിം ഷോ ചെയ്യുന്ന മുഖാന്തരം അനേകർ യേശുവിനെ അറിയുവാനും കാണുവാനും ദൈവം ഇടയാക്കിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് അറിയാത്ത അനേകര് വളരെ ആഗ്രഹത്തോടു കൂടി ഈ ഫിലിം ഷോ ഇരുന്ന് കാണുന്ന ഒരു അവസ്ഥ എനിക്ക് കാണുവാനിടയായി തീർന്നു. നമുക്കറിയാം, ഡയറക്റ്റ് ഫിലിം ഷോ ചെയ്യുവാൻ സാധിക്കത്തില്ല, ഡയറക്റ്റ് ഒരു വില്ലേജ് നമുക്ക് പോകാൻ സാധിക്കത്തില്ല. ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ആദ്യത്തെ ഒരു അരമണിക്കൂർ ഒരു അവയർനെസ് പ്രോഗ്രാം ആയിട്ട് ചെയ്ത്, മദ്യത്തെക്കുറിച്ചും മയക്കുമരുന്നിനെക്കുറിച്ചും ഉള്ള ഒരു അവയർനെസ് പ്രോഗ്രാം ആയിട്ട് ചെയ്ത്, അതിനുശേഷം ചില വീഡിയോസ് ഒക്കെ ഇട്ടതിന് ശേഷം അതിനുശേഷം ഇതിൽ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ ഒരാളുടെ വീഡിയോ കാണുക എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശുവിന്റെ ഫിലിം ചെയ്തുകൊണ്ടിരുന്നത്. അത് ചുരുക്കി 2 മണിക്കൂറുള്ള ഫിലിം ഞാൻ ഒരു 1.25 മണിക്കൂറായിട്ട് അത് ചുരുക്കി ഷോർട്ടായിട്ട് വളരെ നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ വിഷയത്തെ ഓർത്ത് ഈ സമയം നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുകയാണ്. നിങ്ങൾ ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ സോഷ്യൽ വർക്കുകളൊക്കെ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു. തണുപ്പിന്റെ സമയമാകുമ്പോൾ അതോടൊപ്പം തന്നെ ഫുഡ് കാര്യങ്ങളെ കൊടുക്കുകയും അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ കർത്താവ് ഞങ്ങളെ ശക്തമായി ഉപയോഗിക്കുന്നുള്ളതിന്റെ വളരെ തെളിവുകൾ ഓരോ ദിവസവും ഞങ്ങൾ അനുഭവിക്കുകയും ഞങ്ങളത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. വിശേഷാൽ ഞങ്ങളുടെ ഈ പ്രവർത്തനത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രവർത്തനം വളരെ അനുഗ്രഹമായിട്ട് പോകുവാൻ ഇപ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വൈഫിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങളും ശാരീരികമായി, നേരത്തെ പറഞ്ഞ ശാരീരികമായി വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. ഏകദേശം ഒരു 5 വർഷമായിട്ട് വൈഫിന് ഹീമോഗ്ലോബിൻ കുറയുന്ന ഒരു പ്രോബ്ലം. പല ഡോക്ടർമാരെ കൊണ്ട് കാണിച്ചു, ഡൽഹിയിൽ കൊണ്ട് കാണിച്ചു, നാട്ടിൽ പലയിടത്തും കാണിച്ചു. ഒരിടത്തും യാതൊരു നെഗറ്റീവ് ആയിട്ട് റിപ്പോർട്ടുകളൊന്നും വരുന്നത്, എല്ലായിടത്തും പോസിറ്റീവ് ആയിട്ട് റിപ്പോർട്ടുകളാണ് വരുന്നത്. കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഹീമോഗ്ലോബിൻ കുറയുന്നു, ശരീരം വളരെ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ നവംബർ മാസം 2025 നവംബർ മാസം 17-ാം തീയതിയാണ് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് യൂട്രസ് റിമൂവ് ചെയ്തു. അതിനുശേഷം ഇന്ന് കഴിഞ്ഞ ദിവസമാണ് വീട്ടിൽ വരുവാനിടയായി തീർന്നത്. ഞങ്ങളുടെ പ്രവർത്തനത്തോട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഞാനും വളരെ ശാരീരികമായൊക്കെ ക്ഷീണങ്ങളൊക്കെ അനുഭവിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. ജനുവരി 2 തീയതി അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഇതെല്ലാം നടക്കുന്നുവെങ്കിലും ഒരു സ്ഥലത്ത് ഒരു സൈഡിൽ കൂടെ പിശാച് വളരെ പ്രയാസങ്ങൾ കൊണ്ടിരുന്നുവെങ്കിലും മറ്റു സൈഡിൽ കൂടി ദൈവം വളരെ ശക്തമായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ദൈവത്തിൽ ആശ്രയിക്കുവാനും വീണ്ടും ഇവിടെ നിൽക്കുവാനുള്ള ഒരു പ്രചോദനമായിട്ട് ഞാൻ കാണുന്നത്. എന്നെ കേൾക്കുന്ന നിങ്ങളോടും വളരെ ശക്തമായിട്ട് പറയാനുള്ള ഒറ്റ കാര്യം ഇതാണ്: എവിടെയായിരുന്നാലും അവിടെ കർത്താവിൽ ആശ്രയിച്ച് നിലനിൽക്കുക. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിലെ പലതരത്തിലുള്ള ദുഃഖങ്ങളൊക്കെ നേരിടുമ്പോഴും നാം അതിനെ കണ്ട് പുറകോട്ട് പോവുകയല്ല, പേടിച്ച് പുറകോട്ട് മാറുകയല്ല. വിശ്വാസത്തോടെ നാം ഓരോ സ്റ്റെപ്പും വെക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ നമുക്ക് വേണ്ടി ചെയ്തു തരും. അതെന്റെ ജീവിതത്തിൽ വലിയ ഒരു അനുഭവം തന്നെയാ. ഒരിക്കലും ഇവിടെ ഈ ബീഹാറിന്റെ ദേശത്ത് ഇങ്ങനെ വരുമെന്നോ അല്ലെങ്കിൽ കർത്താവിന്റെ വേല ചെയ്യുമെന്നോ ഒരിക്കലും ഞാൻ ആഗ്രഹിച്ച കാര്യമല്ല. ദൈവമാണ് എന്നെ കൊണ്ടുവന്നുള്ള ഉത്തമമായ ഒരു വിശ്വാസവും ഉറപ്പും എനിക്ക് ഓരോ അനുഭവത്തിൽ കൂടിയും ദൈവം എന്നെ പഠിപ്പിക്കുകയായിരുന്നു. ഇതുപോലെ കാലം അല്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങളോടും പറയുവാനുള്ള ഒറ്റ കാര്യം ഇതാണ്: വിശ്വാസം നിലനിൽക്കുക, കർത്താവിന് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുക, ഓടുക. ജീവിതത്തിൽ പല പ്രതിസന്ധികളും ജീവിതത്തിൽ പല ദുഃഖങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്, ഞാൻ ബീഹാറിൽ 2007 വരുമ്പോൾ ഒരു ചെറിയൊരു പെട്ടിയുമായിട്ടാണ് വന്നത്.
എന്നാൽ ഇന്ന് ദൈവം ഞങ്ങളെ വളരെ ശക്തമായിട്ട് നല്ല രീതിയിൽ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ദൈവത്തോട് എനിക്ക് യാതൊരു പരാതിയുമില്ല, യാതൊരു കുറവോ അല്ല കുറ്റമോ ദൈവത്തോട് പറയാനില്ല. കാരണം എന്റെ ഭവനത്തിൽ അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഇത്രത്തോളം മാനിച്ച, ഇത്രത്തോളം കൊണ്ടുവന്ന ആ ദൈവത്തെ ഒരിക്കലും തള്ളി പറയാൻ സാധിക്കത്തില്ല. ദൈവം എനിക്ക് ഓരോ സമയത്തും ചെയ്യേണ്ടതായ കാര്യങ്ങൾ അതാത് സമയത്ത് ദൈവം എനിക്ക് നൽകി തന്നുകൊണ്ടിരുന്നു. ഒരു കാര്യം എനിക്ക് പറയാൻ സാധിക്കും, എന്റെ പ്രാർത്ഥന കേൾക്കാതെ ദൈവം ഇരുന്നിട്ടില്ല. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ചോദിക്കുമ്പോൾ ദൈവം എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നു. കാരണം കർത്താവിന് വേണ്ടി ഈ ബീഹാറിന്റെ ദേശത്ത് വരുവാൻ ഇടയായതുകൊണ്ട് മാത്രമാണ്. ആ ഒരു വാക്യമാണ് എന്നെ വളരെ ഇതുവരെ എന്നെ നിർത്തിയത്. ഞാൻ നിന്നെ ദൂരദേശത്ത് ജാതികളുടെ മധ്യേ അയക്കും. ആ ഒരു വാക്യമാണ് എന്നെ ഇത്രത്തോളം പിടിച്ചു നിർത്തിയിരിക്കുന്നത്. പലതരത്തിലുള്ള പ്രയാസങ്ങളും പലതരത്തിലുള്ള ദുഃഖങ്ങളൊക്കെ ഈ ബീഹാറിന്റെ മണ്ണിൽ നിന്ന് തിരിച്ച് കൊണ്ടുപോകുവാൻ, തിരിച്ച് വിടുവാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയപ്പോഴും എന്നെ പിടിച്ചു നിർത്തിയത് ദൈവത്തിന്റെ സ്നേഹമാണ്. ആ വിളിച്ച ദൈവം വിശ്വസിച്ചെന്ന് മനസ്സിലാക്കി ഇതുവരെയും കർത്താവിന് വേണ്ടി ധൈര്യത്തോടു കൂടി നിൽക്കുവാൻ ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പലതരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളും മാറി മാറി വരുമ്പോൾ പലതരത്തിലുള്ള പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ ദൈവം ഓരോ ദിവസവും ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ഈ സ്ഥലത്ത് രണ്ടിടത്ത് ആരാധന നടക്കുന്നുണ്ട്. ഒരിടത്ത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ആരാധന നടക്കുന്നത്, മറ്റൊന്ന് വില്ലേജിലാണ്. സന്താളികൾ ഇടയ്ക്ക് നേരത്തെ പറഞ്ഞ സന്താളികൾ ഇടയ്ക്കാണ്. അവിടെ രാവിലെയാണ് ആരാധന നടക്കുന്നത്. വെളുപ്പിനെയാണ്. തണുപ്പാണേലും മഞ്ഞാണേലും വെയിലാണേലും സമയത്ത് തന്നെ അവിടെ ചെല്ലുന്ന ഒരു പ്രവണത. തണുപ്പ് സമയമൊക്കെ ആകുമ്പോൾ ഞാനവിടെ ചെല്ലുമ്പോൾ നനഞ്ഞാണ് അവിടെ ചെല്ലുന്നത്. രാവിലത്തെ മഞ്ഞ് വെള്ളമൊക്കെ കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ അവിടെ വിശ്വാസികൾ ആദ്യം വൈക്കോലൊക്കെ ഇട്ട് കത്തിച്ച് എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണക്കിയതിന് ശേഷമാണ് പിന്നെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നത്. അതിനുശേഷമാണ് അതിന് അവിടെ തിരിച്ച് യാത്ര ചെയ്യുന്നത്. യാത്ര ചെയ്ത പല സ്ഥലങ്ങളിലും പല അപകടങ്ങളൊക്കെ സംഭവിക്കാമായിരുന്ന സാഹചര്യങ്ങളിലും ദൈവം ഞങ്ങളെ വളരെ ശക്തമായിട്ട് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഈ സമയം എന്നെ കേൾക്കുന്ന ഈ ആരോമ ടിവിയിലൂടെ എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ പറയാനുള്ള ഒരു കാര്യം ഇതാണ്: ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹിതമോ നമ്മുടെ ആഗ്രഹമോ നമ്മുടെ കാര്യങ്ങളൊന്നുമല്ല നിറവേറുന്നത്, ദൈവഹിതം മാത്രമായിരിക്കും അവിടെ നിറവേറുന്നത്. എൻ്റെ ഒരിക്കലും ആഗ്രഹമല്ലായിരുന്നു ഈ ദേശത്ത് ബീഹാറിൽ വരുമോ എന്നുള്ളത്, അല്ലെങ്കിൽ കർത്താവിന് വേല ചെയ്യുക എന്നുള്ളത്. ഈ കറുത്ത പുസ്തകം എടുത്തുകൊണ്ട് കർത്താവിന് വേണ്ടി സാക്ഷിയാകുക എന്നുള്ള ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമല്ല. എന്നാൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ഓരോ വഴിത്തിരിവുകളും ഓരോ കാര്യങ്ങളും അതെന്നെ ബീഹാറിൽ കൊണ്ടെത്തിക്കുവാനും കർത്താവിന്റെ ഹിതത്തിനനുസരിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ചില കാര്യങ്ങൾ ചെയ്യുവാനാണ് എന്ന് ഇപ്പോൾ ഞാനത് മനസ്സിലാക്കുന്നു. എൻ്റെ കൂടെ പഠിച്ച സ്നേഹിതരൊക്കെ ചോദിക്കാറുണ്ട്, റജി നീ ഇത്രത്തോളം അല്ലെങ്കിൽ ഇങ്ങനെ ആകുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ദൈവമാണ് നിന്നെ അവിടെ കൊണ്ടുവന്നത്. പലപ്പോഴും നിരാശകളും ദുഃഖങ്ങളും ഒക്കെ ജീവിതത്തിൽ വരുമ്പോൾ, ആഗ്രഹിക്കാത്തത് പലതും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ നമ്മളെ നിലനിർത്തുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം എനിക്ക് ഈ സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ ഞങ്ങളെ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ചെയ്തതെന്ന് എനിക്ക് പറയാൻ സാധിക്കും. നമുക്കറിയാം, ഒരു കാറ്റടിക്കുമ്പോൾ, ശക്തമായ ഒരു കാറ്റടിക്കുമ്പോൾ ആ ഒരു മരം ശക്തമായി അതിന് വേര് താഴോട്ട് ഇറങ്ങുന്നത് പോലെ ജീവിതത്തിൽ നേരിട്ട ഓരോ പ്രതിസന്ധികളും ഓരോ ദുഃഖ സാഹചര്യങ്ങളും അതിനെ തളർത്തിക്കളയുകയല്ല ചെയ്തത്, ഒന്നുകൂടി എന്നെ കർത്താവിന് വേലയ്ക്ക് വേണ്ടി ഒരുക്കുകയാണ് ചെയ്തതെന്നുള്ള ഉത്തമമായ ബോധ്യം എനിക്കുണ്ടാകാനിടയെ തീർന്നു. ദൈവം നമ്മളെ നിലനിർത്തുമ്പോൾ മറ്റാരും നമ്മളെ തകർത്ത് കളയാൻ ഇടയാകത്തില്ല. ഏത് ശത്രുവിന്റെ ശക്തിയാണേലും ഏത് അന്ധകാരത്തിന്റെ ശക്തിയാണേലും നമ്മളെ തളർത്ത് കളയുവാൻ ഇടയാകത്തില്ല. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക.
ഞങ്ങളുടെ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളെല്ലാവരെയും ഞാൻ ബീഹാറിലോട്ട് ക്ഷണിക്കുകയാണ്. ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ നിൽക്കുമ്പോൾ, ബീഹാറിൽ നിൽക്കുമ്പോൾ ഒരു കേരളത്തിൽ നിന്നുള്ള പാസ്റ്റർ വന്നെന്നാണ് പറയുന്നത്, മലയാളി എന്നാണ് പറയുന്നത്. തിരിച്ച് കേരളത്തിൽ ചെന്ന് കഴിയുമ്പോൾ ബീഹാറിൽ നിന്നുള്ള ദൈവാസൻ വന്നു എന്നാണ് പറയുന്നത്. രണ്ട് സ്ഥലത്തും ഒരേ ഉള്ളൊരു അവസ്ഥ. നിങ്ങളുടെ പ്രാർത്ഥന ഉദിക്കുന്നു. ഒരു നിമിഷം ഒരിക്കൽ കൂടി ഞാൻ പ്രിയ ദേവദാസനുള്ള നന്ദിയെ അറിയിക്കുകയാണ്. വിശേഷാൽ ഈ അരോമ ടിവിയുടെ നന്ദി അറിയിക്കുകയാണ്, പ്രേക്ഷകരുടെ നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക, ഞങ്ങൾ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവത്തിന്റെ സ്ഥലടയ്ക്കാം. കർത്താവേ, നന്ദിയോടെ സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഒരിക്കൽ നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഈ അരോമ ടിവിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, ദൈവം സഹായിച്ചാട്ടെ. അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നടക്കട്ടെ. കർത്താവിന് വലിയ കൃപ ഓരോരുത്തരും കൂടിയിരിക്കട്ടെ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവം വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഓരോരുത്തരും ദൈവം ഉപയോഗിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണം. ആവശ്യങ്ങൾ കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഈ അരോമ ടിവി ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു ചാനൽ അനേകർക്ക് പ്രയോജനമായി തീരുവാൻ ദൈവമിടയാക്കി തീർക്കട്ടെ. അനേകരുടെ ജീവിതത്തില് അത്ഭുതങ്ങൾ കാണുവാൻ, വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ ദൈവം ഇടയാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തില് നീ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ കൂടിയിരിക്കണം. ഒരിക്കൽ കൂടി ഞങ്ങളുടെ ദാസനെ ഓർത്ത് അനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥനയാനും കർത്താവ് കേട്ടതിനായി സ്തോത്രം. എല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവം നീ കേൾക്കണം, സ്വർഗ്ഗ നല്ല പിതാവേ. ആമേൻ. ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസൻ പാസ്റ്റർ റെജി ജോർജ്. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച്, ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവി പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വപ്പെടുത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പാസ്റ്ററുടെ മകനായി പാസ്റ്ററുടെ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് നല്ല ബാലശിക്ഷയിലും പത്യോപദേശത്തിലും വളർന്നു വന്ന് മറ്റ് ലോകത്തിന്റെ മായാമോഹങ്ങളിലേക്ക് പോകുവാൻ ഇടയാകാതെ ദൈവകൃപയിൽ തന്നെ ആയിരിക്കാൻ വളരെ ചെറുപ്പം മുതൽ ദൈവം സഹായിച്ചു. ആ ഒരു പ്രത്യേക തിരഞ്ഞെടുപ്പും നിയോഗവും അഭിഷേകവും ദൈവദാസന്റെ മേല് ദൈവം പകർന്നു തന്നല്ലോ. മാത്രമല്ല, വളരെ ചെറുപ്പത്തിൽ തന്നെ കർത്തൃ ശുശ്രൂഷയ്ക്കായിട്ട് സമർപ്പിക്കപ്പെടുവാനും, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലേക്ക് ബീഹാറിൽ പോകും എന്നുള്ളതായ ആ ദൈവാലോചന പിന്നത്തേതില് നിവർത്തിക്കപ്പെടുവാനും കർത്താവ് കൃപ ചെയ്തു. ഇന്ന് കുടുംബമായി ബീഹാറിൽ പാർത്തുകൊണ്ട് കർത്താവ് ആക്കിയിരിക്കുന്ന ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുള്ള സാക്ഷ്യം കേൾക്കുവാൻ ദൈവം സഹായിച്ചു. ദൈവം ആ കാലാവസ്ഥയിൽ, അവിടുത്തെ സാഹചര്യത്തിൽ, അവിടെയുള്ള ജനങ്ങളോടൊപ്പം കർത്തൃ ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരുവാൻ വേണ്ടുന്ന അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ദൈവം ഒരുക്കി തരട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ സമയം വേർതിരിച്ച് ഈ സാക്ഷ്യം പങ്കുവച്ചതിന് ദൈവദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം നന്ദി, സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. അരോമ ടിവി പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നു ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഈ വാത്സല്യ കുടുംബത്തെയും ബീഹാറിലെ പ്രവർത്തനങ്ങളെയും ഓർക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്കും പങ്കുകൊള്ളാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.